നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 4/6/2025, അതായത് കൊല്ലവർഷം 1200 ആണ്ട്, ഇടവമാസം 21 തീയതി, ശകവർഷപ്രകാരം 1947 ജ്യേഷ്ഠമാസം 14 തീയതി, ഉത്തരായനകാലം, ഗ്രീഷ്മ ഋതുവിൽ ബുധനാഴ്ചയും ഉത്രം നക്ഷത്രവും വരുന്ന ദിവസം ശുക്ലപക്ഷ നവമി വജ്ര നിത്യയോഗത്തിൽ സൂര്യോദയം വരുന്നത് 5:45 AM സൂര്യ അസ്തമനം വരുന്നത് 6:29 PM. രാഹുകാലം 12:07 PM മുതൽ 1:42 PM വരെയും, ഗുളികകാലം 10:31 AM മുതൽ 12:07 PM വരെയും, യമകണ്ഠകാലം 7:20 PM മുതൽ 8:56 PM വരെയുമാണ്. എന്നാൽ അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 11:41 AM മുതൽ 12:05 PM വരെയും, 12:09 PM മുതൽ 12:31 PM വരെയുമാണ്. ഇനി നമുക്ക് ഗ്രഹനില ഒന്ന് പരിശോധിക്കാം. ഉദയം ഇടവൻ രാശിയിൽ, സൂര്യൻ ഇടവൻ രാശിയിൽ തന്നെ, ബുധനും ഇടവൻ രാശിയിൽ തന്നെ, ചന്ദ്രനും കേതുവും ഗുളികോദയവും വന്നിരിക്കുന്നത് ചിങ്ങം രാശിയിൽ, ചൊവ്വ വന്നിരിക്കുന്നത് കർക്കിടകൻ രാശിയിൽ, ഗുരു മിഥുനത്തിലും, ശുക്രൻ മേടത്തിലും, ശനി മീനത്തിലും, സർപ്പി കുംഭത്തിലുമായിട്ട് ഗ്രഹങ്ങൾ അവരുടെ യാത്ര തുടരുന്നു. ചിങ്ങൻ രാശിയിൽ നിന്നും ഉച്ച കഴിയുമ്പോഴേക്കും ചന്ദ്രൻ കന്നിരാശിയിലേക്ക് മാറുന്നതാണ്. ഈ ഗ്രഹനില പ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ബുധനാഴ്ച ആയതുകൊണ്ട് മൂകാംബി ദേവിയെ പ്രാർത്ഥിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുന്നതും വളരെ നന്നായിരിക്കും. ത്രിശതി ജപിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പച്ചയോ ചെറുമയോ നിറത്തിലുള്ള വസ്ത്രമൊക്കെ ധരിച്ച് അയ്യപ്പസ്വാമിയെയും മൂകാംബി ദേവിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാലയൊക്കെ സമർപ്പിക്കുമ്പോൾ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം അനുകൂലത്തിൽ വന്നു ചേരുന്നതാണ്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിവാഹ ആലോചനകൾ വന്നു ചേരുന്ന സമയമാണ്. ഏറെ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുവാനുള്ള ശകലം സാങ്കേതിക തടസ്സങ്ങൾ വന്നു ചേരാം. സാമ്പത്തിക നഷ്ടവും കുടുംബകലഹവും ഒക്കെ വരാനുള്ള സാധ്യത കാണുന്നു. സന്താനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. അപ്രതീക്ഷിതമായി സന്തോഷം നൽകുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയസാധ്യത ഉറപ്പുവരുത്തണം. കലാകായിക മേഖലകളിൽ അഭിവൃദ്ധി ഉണ്ടാവാം. സാമ്പത്തിക പുരോഗതി, രോഗപീഠയിൽ നിന്ന് ആശ്വാസം, സ്ഥാനക്കയറ്റം ഇവയും പ്രതീക്ഷിക്കാവുന്നതാണ്. കോപത്തെ നിയന്ത്രിച്ച് വളരെ തന്മയത്വത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ശിവഭഗവാനെയും ശ്രീരാമസ്വാമിയെയും ഹനുമാൻ സ്വാമിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, മൂകാംബി ദേവിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സന്താനങ്ങൾക്ക് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും. ബന്ധുമിത്രാദികളെ കൊണ്ടുള്ള ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കളത്രവുമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം വിജയസാധ്യത വന്നു ചേരുന്ന ദിവസമാണ്. ബന്ധുമിത്രാദികളായി കലഹം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ശാരീരികവും മാനസികവുമായ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുമുണ്ട്. ഔഷധ സേവ ആവശ്യമായി വരുന്ന സന്ദർഭത്തിൽ അത് ചെയ്യേണ്ടതാണ്. സാമ്പത്തിക പുരോഗതി അല്പസ്വല്പമായി വന്നു ചേരുന്നതാണ്. സാമൂഹ്യവും സാമ്പത്തികമായ ഗുണങ്ങൾക്ക് ഒപ്പം തന്നെ ദ്രവ്യലാഭവും സന്തോഷത്തിന് കാരണമാവും. ആദരവ്, ഉദ്യോഗക്കയറ്റം ഇവയും വന്നു ചേരും. വരവും ചിലവും പൊരുത്തപ്പെട്ടു കൊണ്ടുപോകാൻ അല്പം ബുദ്ധിമുട്ടേണ്ടതായി വന്നേക്കാം. സ്ഥാനചലനം വരാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം.
ശത്രുക്കളുടെ ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുവാൻ കരുതിയിരിക്കുക. അന്യദേശയാത്രയ്ക്കുള്ള ഒരുക്കവും നടത്തേണ്ടതായി വരും. പൊതുവെ പറഞ്ഞാൽ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ്. രാശിനാഥനായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മൂകാംബിക ദേവിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ വിവാഹാദി മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അല്ലെങ്കിൽ അത് വിവാഹാദി മംഗളകർമ്മങ്ങളെക്കുറിച്ചുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്ന ദിവസമാണ്. ശത്രുക്കളിൽ നിന്നും ചെറിയ തോതിലുള്ള ഉപദ്രവം വരാനുള്ള സാധ്യതയുണ്ട്. രോഗശാന്തി വന്നു ചേരും. കടബാധ്യതകൾ ഒരു പരിധിവരെ തീർക്കാൻ ശ്രമിക്കും. ബിസിനസ്സിൽ ധനനഷ്ടം വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയ ആഭരണങ്ങൾ വാങ്ങുന്നതിന് അവസരം വന്നു ചേരും. കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. എന്തെങ്കിലും ഒരു ശുഭവാർത്ത കേൾക്കുന്നതിനുള്ളൊരവസരമുണ്ടാകും. മാനസിക സംഘർഷങ്ങൾക്ക് അയവ് വരും. പൊതുരംഗത്ത് പ്രവർത്തിക്കുവാൻ അവസരം ലഭിക്കും. മാതൃസ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ ഒരു അനുകൂലമായ തീരുമാനം പ്രതീക്ഷിക്കാം. നേത്ര സംബന്ധമായ അസുഖങ്ങൾ വരാതിരിക്കുവാൻ പ്രത്യേകം പ്രാർത്ഥിക്കേണ്ടതുണ്ട്. സൂര്യഭഗവാനെയും ശിവഭഗവാനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. ശിവങ്കൽ ജലധാരയൊക്കെ കഴിക്കുന്നത് വളരെ നന്നായിരിക്കും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണ ഭഗവാനെയും മൂകാംബിക ദേവിയും പ്രാർത്ഥിക്കുമ്പോൾ ദിവസം ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകളൊക്കെ ലഭിക്കാനുള്ള അവസരം വന്നു ചേരും. സർക്കാർ ജീവനക്കാർക്ക് ശിക്ഷണ നടപടികളെ നേരിടേണ്ടതായ ഒരു സാഹചര്യം വന്നു ചേരും. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണയൊക്കെ വർദ്ധിക്കുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പഠനത്തിനുള്ള സാഹചര്യം തെളിഞ്ഞു വരും. തീരുമാനിച്ച കാര്യങ്ങളെല്ലാം തന്നെ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ശ്രമിക്കും. ദേശാന്തരഗമനത്തിനുള്ള ഒരു മാർഗം തെളിഞ്ഞു വരുന്നതാണ്. യാത്ര സുഖകരമാക്കുന്നതിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. പണച്ചിലവുകൾ വർദ്ധിക്കും. അത് നിയന്ത്രിക്കുവാനൊന്ന് ശ്രമിക്കേണ്ടതാണ്. സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കും. സഹോദര തുല്യരായവരുടെ സഹായങ്ങൾ ലഭിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചിക്കും. തീർത്ഥാടനത്തിലുള്ള അവസരമൊക്കെ കിട്ടുമ്പോൾ അത് പൂർണ്ണമായി വിനിയോഗിക്കുന്നത് നന്നായിരിക്കും. രാശിനാഥനായ ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശ്രീകൃഷ്ണസ്വാമിയെയും ശ്രീരാമസ്വാമിയും അതുപോലെ തന്നെ മൂകാംബിക ദേവിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി പൊതുവെ മെച്ചമുള്ള സമയമാണ്. രോഗദുരിതങ്ങൾക്കൊക്കെ ശമനം കണ്ടു തുടങ്ങും. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. ക്രയവിക്രയ രംഗത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ആധ്യാത്മിക ജ്ഞാനവും ഗൂഢശാസ്ത്രജ്ഞാനവും സിദ്ധിയും കൈവരിക്കാൻ അവസരം സംജാതമാകും. ബന്ധുക്കളോട് ശത്രുത്വം ഭാവിക്കുവാനിടവരും. കൃഷി നിന്നും അല്പം ലാഭമൊക്കെ പ്രതീക്ഷിക്കാം. ഗ്രഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുന്നതിനുള്ള അവസരമുണ്ടാകും. പൊതുജന പിന്തുണ ലഭിക്കുന്ന സമയമാണ്. പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ഇടയാകും. സന്താനങ്ങളുമായി കലഹിക്കുവാനുള്ള അവസരം വന്നു ചേരും. സ്നേഹിതരുമായി നല്ല ഐക്യത്തിൽ പ്രവർത്തിക്കുവാനുള്ള അവസരവും വന്നു ചേരുന്നതാണ്. പ്രണയകാര്യങ്ങളിലൊക്കെ അല്പം നിരാശ വന്നു ചേരും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങളൊക്കെ പുനരാരംഭിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. വിദേശ യാത്രാ പരിശ്രമങ്ങൾ ധനനഷ്ടത്തിന് വഴിയൊരുക്കും. തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. പുതിയ തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെട്ട് വിജയിക്കുവാൻ സാധിക്കും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. ശത്രുശല്യം വർദ്ധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് പ്രൊമോഷനും സ്ഥലം മാറ്റവും ലഭിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും. പൊതുവെ മനസ്സിന് സന്തോഷം വരുന്ന
കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു സമയമാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ അമ്മയുടെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ രാശിനാഥനായ സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വർദ്ധിക്കും. സാമ്പത്തിക സ്ഥിതി പൊതുവിൽ മെച്ചപ്പെടും. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിൽ തർക്കങ്ങൾ പരിഹരിക്കും. സഹോദര ഗുണം പ്രതീക്ഷിക്കാം. ശത്രുക്കളിൽ നിന്നുള്ള അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുന്ന സമയമാണ്. വിനോദയാത്രകൾക്കുള്ള അവസരം ലഭിക്കും. വാഹന സംബന്ധമായി അല്പം പണച്ചിലവ് വർദ്ധിക്കുന്ന സമയമാണ്. അപവാദങ്ങൾ കേൾക്കുവാൻ ഇടവരും. അതെല്ലാം കാര്യമാക്കിയെടുക്കാതെ തൻ്റെ കർമ്മത്തിൽ വ്യാപരിക്കുന്നത് നന്നായിരിക്കും. പ്രതിസന്ധികളെ അതിജീവിക്കുവാനായി എപ്പോഴും ഉപാസനാ ബലം കൂട്ടുന്നത് നന്നായിരിക്കും. കോടതി വിധികളൊക്കെ അനുകൂലമായി വരും. സഞ്ചാരക്ലേശം പൊതുവെ കുറയും. പൊതുജന പിന്തുണ ലഭിക്കും. വിദേശ യാത്രാ പരിശ്രമങ്ങളൊക്കെ സഫലീകരിക്കും. തീർത്ഥാടനത്തിനുള്ള അവസരം ലഭിക്കും. അശ്രദ്ധ മൂലം പണം കൂടുതൽ ചിലവഴിക്കേണ്ടതായ സന്ദർഭങ്ങളെ വരും. അതൊന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകൾ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് അനുകൂലമായ സാഹചര്യമാണ്. രാഷ്ട്രീയ രംഗത്തും പൊതുജനം പിന്തുണ വർദ്ധിക്കുന്ന സമയമാണ്. രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാനെയും ശ്രീരാമസ്വാമിയൊക്കെ പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. സാമ്പത്തിക സ്ഥിതിയും അല്പം തൃപ്തികരമായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. ക്രയവിക്രയ രംഗത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. വാഹന സംബന്ധമായ പണച്ചിലവുകൾ അല്പം വർദ്ധിക്കുന്ന സമയമാണ്. രോഗദുരിതങ്ങൾക്ക് ആശ്വാസം വരും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവത്തിൻ്റെ അളവ് കുറയും. ശത്രുക്കൾ നിഷ്പ്രഭരാകുന്നതാണ്. കടബാധ്യതകൾ അല്പം വർദ്ധിക്കും. തടസ്സപ്പെട്ട് കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനിടയാകും. തെറ്റിദ്ധാരണകൾ പലതും മാറുവാനുള്ള ശ്രമം നടത്തും. വിവാഹാലോചനകളുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകും. അപകട ദുരിതങ്ങളിൽ നിന്നും ഈശ്വരാധീനത്താൽ രക്ഷപ്പെടും. കുടുംബസ്വത്തിൻ്റെ കാര്യത്തിലുള്ള തർക്കങ്ങളൊക്കെ പരിഹരിക്കും. ആചാരവിരുദ്ധമായ കാര്യങ്ങളിലൊന്നും ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നന്മ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ നന്മയായി തന്നെ കണ്ടുകൊണ്ട് പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എല്ലാ കർമ്മങ്ങളും ചെയ്യുമ്പോൾ രാശിനാഥയായ മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്തോടൊപ്പം മൂകാംബിക ദേവിയുടെ അനുഗ്രഹം കൂടി ലഭിക്കുന്നതാണ്. ശ്രീകൃഷ്ണസ്വാമിയും ശ്രീരാമസ്വാമിയും കൂടി പ്രാർത്ഥിക്കുമ്പോൾ ദിവസം ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതിയിൽ അല്പം ഏറ്റക്കുറച്ചിലുകൾ വരുന്നതാണ്. രാവിലത്തെ പോലെ തന്നെ ആയിരിക്കണമെന്നില്ല. ഉച്ച തിരിയുമ്പോഴേക്കും ആരോഗ്യസ്ഥിതി അല്പം മോശമാവാനുള്ള സാധ്യത കാണുന്നു. കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവുമൊക്കെ കുറയും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാനായി ശ്രമിക്കണം. ക്രയവിക്രയ രംഗത്ത് ധനനഷ്ടം വന്നു ചേരും. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവം പ്രതീക്ഷിക്കാം. തീരുമാനങ്ങൾ പലതും നടപ്പിലാക്കാൻ സാധിക്കും. മാനസിക സന്തോഷത്തിനിടയാക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടെ ചെയ്യേണ്ടതായി വരും. പുതിയ ധനാഗമ മാർഗങ്ങൾ വന്നു ചേരും. വിവാഹാലോചനകൾ നടന്നു കിട്ടുവാനിടയാവും. കോടതി വിധികളൊക്കെ അനുകൂലമായി തീരുന്നതാണ്. സഞ്ചാരക്ലേശമെല്ലാം കുറഞ്ഞ് നിജസ്ഥിതി, അതായത് ആരോഗ്യസ്ഥിതിയും അതുപോലെ തന്നെ സാമ്പത്തിക സ്ഥിതിയും ഒക്കെ മെച്ചപ്പെടുത്തുവാനായി പ്രാർത്ഥന ചെയ്യുമ്പോൾ ഔഷധങ്ങളൊക്കെ കൃത്യമായി ഉപയോഗിച്ച് ആയുർവേദ മരുന്നുകളൊക്കെ ചെയ്തു കഴിയുമ്പോൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ വരുമ്പോൾ കർമ്മസ്ഥാനത്തു നിന്നുള്ള പ്രശ്നങ്ങളെല്ലാം ഒരു പരിധിവരെ ഒഴിഞ്ഞ് രാശിനാഥയായ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹത്തോടുകൂടി എല്ലാം ഭംഗിയായി ചെയ്തു തീർക്കുവാൻ സാധിക്കും.
മൂകാംബിക ദേവിയുടെയും ശ്രീകൃഷ്ണസ്വാമിയുടെയും ശ്രീരാമസ്വാമിയുടെയും അനുഗ്രഹത്തോടെ ദിവസം പൂർണ്ണമായും ഐശ്വര്യപൂർണ്ണമാക്കി തീർക്കുവാൻ സാധിക്കും. പ്രാർത്ഥനകൾ മുടങ്ങാതെ തുടരുന്നത് നല്ലതാണ്. ധനുരാശിയെ സംബന്ധിച്ചിടത്തോളം സഞ്ചാരക്ലേശം കുറയും. വാഹനാപകടമൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. പിതൃസ്ഥാനീയർക്ക് വന്നു ചേരാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കൂടുതൽ ശ്രദ്ധ രക്ഷിതാക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ ആവശ്യമായി വരും. തീർത്ഥാടനത്തിനുള്ള അവസരമൊക്കെ സംജാതമാകുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വാക്ക് കൊടുക്കുക. വിദേശയാത്രാ പരിശ്രമങ്ങളൊക്കെ സഫലീകരിക്കും. പുതിയ വാഹനം വാങ്ങുന്നതിനെ കുറിച്ചുള്ള ആലോചനയുണ്ടാകും. അപ്രതീക്ഷിതമായി ധനലാഭമുണ്ടാകും. തൊഴിൽ രംഗത്ത് സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ വന്നു ചേരും. ബിസിനസ്സിൽ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സാഹചര്യം വന്നു ചേരും. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ നിയമന ഉത്തരവുകളൊക്കെ ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. സർക്കാർ ജീവനക്കാർക്ക് ശിക്ഷണ നടപടികളെ നേരിടേണ്ടതായി വന്നേക്കാം. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കുന്ന സമയമാണ്. പൊതുവെ അനുകൂലമായ ഒരു സാഹചര്യം വന്നു ചേരുന്നതിനായി രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശ്രീകൃഷ്ണസ്വാമിയെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ത്രിശതി ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ദിവസം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി അത്ര മെച്ചമായിരിക്കുകയില്ല. രക്തസമ്മർദ്ദം നിമിത്തമുണ്ടാകാവുന്ന അസുഖങ്ങളും മനോദൗർബല്യവുമൊക്കെ വർദ്ധിക്കുന്നതാണ്. ടെൻഷനൊക്കെ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈശ്വര പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. ജപം മുടക്കാതെ കൊണ്ടുപോവുക. രാശിനാഥനായ ഹനുമാൻ സ്വാമി, ശ്രീരാമ സ്വാമി, അതുപോലെ തന്നെ വിഷ്ണുമായ സ്വാമിയൊക്കെ പ്രാർത്ഥന മുടങ്ങാതെ ചെയ്തു കൊണ്ടുപോകേണ്ടതാണ്. ധനാഗമ മാർഗങ്ങളൊക്കെ വർദ്ധിക്കും. ആശുപത്രിവാസമൊക്കെ വേണ്ടി വന്നേക്കാം. ആരോഗ്യ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ ആവശ്യമാകും. സാമ്പത്തിക സ്ഥിതി പൊതുവിൽ തൃപ്തികരമായിരിക്കും. പുതിയ ധനാഗമ മാർഗങ്ങളൊക്കെ തെളിഞ്ഞു വരും. സുഹൃത്തുക്കളിൽ നിന്ന് ധനസഹായം പ്രതീക്ഷിക്കാം. പുതിയ വാഹനം വാങ്ങുന്നതിനെ കുറിച്ച് ആലോചനയുണ്ടാകും. ഗൃഹത്തിൽ സന്തോഷം, ബന്ധുജനങ്ങളുടെ സമാഗമം ഉണ്ടാകും. ഗൃഹാന്തരീക്ഷം മെച്ചപ്പെടും. മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. രോഗദുരിതങ്ങൾക്ക് അല്പശമനം കണ്ടു തുടങ്ങും. കടബാധ്യതകളൊക്കെ വർദ്ധിക്കുവാനുള്ള സാഹചര്യമുള്ളതുകൊണ്ട് ചിലവുകൾ നിയന്ത്രിക്കുന്നത് വളരെ നന്നായിരിക്കും. സഞ്ചാരക്ലേശം വരാതിരിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കുക. കോടതി വിധികളൊക്കെ അനുകൂലമാകുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുക. പ്രാർത്ഥനകൾ മുടക്കാതെ ഇരിക്കുന്നത് നന്നായിരിക്കും. പൊതുജനങ്ങളുമായി കലഹത്തിനുള്ള സാഹചര്യം ഇല്ലാതാക്കുക. രാശിനാഥനായ ഹനുമാൻ സ്വാമിയെയും വിഷ്ണുമായ സ്വാമിയൊക്കെ പ്രാർത്ഥിച്ച് ദിവസം കൂടുതൽ ഐശ്വര്യപൂർണമാക്കുവാൻ ശ്രമിക്കുക. ജപം മുടക്കാതിരിക്കുന്നത് എല്ലാവിധ ശുഭകാര്യങ്ങൾക്കും ഗുണഫലം നൽകും. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും വന്നു ചേരും. ബന്ധുജന ഗുണം പ്രതീക്ഷിക്കാം. വിനോദയാത്രയ്ക്ക് അവസരം വന്നു ചേരും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ഇടവരും. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടും. സന്താന ഗുണം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ വിവാഹാലോചനയുടെ കാര്യത്തിലൊക്കെ ഉറച്ച തീരുമാനമെടുക്കും. തീരുമാനങ്ങൾ പലതും നടപ്പിലാക്കുവാനുള്ള ശ്രമം വിജയിക്കും. ശത്രുക്കളിൽ നിന്നുള്ള ഉപദ്രവം കുറഞ്ഞു കിട്ടും. അപവാദ പ്രചരണങ്ങൾ കേൾക്കുവാൻ ഇടവരും. അപവാദങ്ങളെ ഭയക്കാതിരിക്കുക. സത്യാവസ്ഥ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക. കുടുംബ ബന്ധങ്ങളിൽ നിന്നും അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നത് അല്പം ആശയക്കുഴപ്പത്തിന് കാര്യമാകും. അതുകൊണ്ട് തന്നെ എല്ലാവരുമായി ഒരു സമവായത്തിലെത്തുന്നത് നന്നായിരിക്കും. കുടുംബ കലഹമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ദാമ്പത്യ സുഖം നിലനിർത്തിക്കൊണ്ടുപോകാൻ, ദാമ്പത്യ പ്രശ്നങ്ങൾ രണ്ടുപേരും മനസ്സ് തുറന്ന് സംസാരിച്ച് കാര്യങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കണം. ബന്ധം വഷളാക്കാതിരിക്കാൻ നന്നേ പാടുപെടേണ്ടതായി വരും.
കോടതി വിധികളൊക്കെ അനുകൂലമായി വരുന്നതാണ്. പരിശ്രമങ്ങളൊക്കെ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട്. പിതൃസ്ഥാനീയരിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് പുതിയ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ തുറന്നു കിട്ടും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ സമയമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവുകളൊക്കെ ലഭിക്കുവാനുള്ള സാഹചര്യം തെളിഞ്ഞു വരുന്നതാണ്. എല്ലാവിധ സൗഭാഗ്യങ്ങളും സമയബന്ധിതമായി തന്നെ അനുഭവിക്കുവാൻ രാശിനാഥനായ ആഞ്ജനേയ സ്വാമി, ധർമ്മശാസ്താവ്, വിഷ്ണുമായ സ്വാമി, മറ്റ് ചത്തൻ സ്വാമിമാരുടെയൊക്കെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ മൂകാംബിക ദേവിയെയും ശ്രീകൃഷ്ണ ഭഗവാനെയൊക്കെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവിധ തടസ്സങ്ങളും മാറി സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ സാധിക്കും. മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ആധ്യാത്മിക മേഖലയിൽ പ്രവർത്തിച്ച് പ്രശസ്തിയും അംഗീകാരവും നേടും. സാമ്പത്തിക സ്ഥിതി തൃപ്തികരമായിരിക്കും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വർദ്ധിക്കും. പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ സ്ഥാപിക്കുവാൻ ഇടയാകും. പണച്ചിലവ് വർദ്ധിക്കും. ബന്ധുജനങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാം. തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും. ബന്ധുജനങ്ങൾക്ക് ക്ലേശാനുഭവങ്ങൾ കൂടി വരും. വാഹന സംബന്ധമായ ദുരിതങ്ങൾക്കിടയാകും. സന്താനങ്ങളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. മാനസിക സന്തോഷത്തിനിടയാകുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടെ ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും. വിവാഹാലോചനകൾക്ക് കാലതാമസം നേരിട്ടേക്കാം. ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ മനസ്സിനിണങ്ങിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനുള്ള നിയമന ഉത്തരവൊക്കെ ലഭിക്കുവാനുള്ള സാധ്യത തെളിഞ്ഞു വരുന്നതാണ്. രാഷ്ട്രീയ രംഗത്ത് പൊതുജന പിന്തുണ വർദ്ധിക്കും. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ശ്രീകൃഷ്ണസ്വാമിയും ശ്രീരാമസ്വാമിയെയും മൂകാംബിക ദേവിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ത്രിശതിയൊക്കെ ജപിക്കുമ്പോൾ ദിവസം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരുന്നതാണ്. 27 നക്ഷത്രക്കാർക്കും അവരോരുത്തരുടെ ആഗ്രഹത്തിനനുസരണമായ രീതിയിൽ കാര്യങ്ങൾ നടന്നു കിട്ടി സന്തോഷവും സമാധാനവും സർവ്വ ഐശ്വര്യവും അനുഭവിക്കാൻ ഇടയാകട്ടെ. മൂകാംബിക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.